പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയുടെ 30ാമത്തെ ചാപ്റ്ററാണ്. ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന കൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം സിലബസിന്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. 40% എക്സാമിന് ഒഴിവാക്കിയതിന്റെ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന അവസാന ഭാഗമാണ്. ഓപ്ഷൻ മൊഡ്യൂൾ 1 ഉണ്ട്, ഓപ്ഷൻ മൊഡ്യൂൾ 2 ഉണ്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഓപ്ഷൻ മൊഡ്യൂൾ 1ലുള്ള ചാപ്റ്റർ പബ്ലിക് എക്സാമിനുള്ള ചാപ്റ്റർ നോക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ മൊഡ്യൂൾ 2 വരുന്ന ചാപ്റ്റർ നോക്കി മതി. രണ്ടും കൂടി പഠിക്കേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തൊന്നുമില്ല. 2 മാർക്ക് 3 മാർക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയ ചാപ്റ്ററുകളാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ബോർഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ വരുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗൈഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് കൊടുത്തില്ല. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് വായിച്ച് അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞിട്ട് മലയാളത്തിൽ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സാംസ്കാരിക നിർമ്മിതികളാണ് പാഠത്തിന്റെ അർത്ഥം വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ട്രേസ് ദ ഡെവലപ്മെന്റ് ഓഫ് ആർട്ട് ഓഫ് പെയിന്റിംഗ് ഇൻ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ പീരിയഡ് ആണ്. പുരാതന കാലഘട്ടത്തിലും മധ്യകാലഘട്ടത്തിലും ഉണ്ടായ പെയിന്റിംഗ് കലയുടെ വികാസം വിവരിക്കുക. പഴയ കാലഘട്ടത്തിൽ കലയും കരകൗശല വേലകളും ആളുകളുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാണ്. അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, താമസിച്ചിരുന്ന വീടുകൾ തുടങ്ങിയവ എല്ലാം അവരുടെ കരവിരുത് പ്രകടമാണ്. സ്ത്രീകൾ വീടുകളുടെ ഉമ്മറപ്പടിയിൽ അരിപ്പൊടി, മഞ്ഞൾ, കുങ്കുമപ്പൂവ് എന്നിവ ഉപയോഗിച്ച് മനോഹരമായ ഡിസൈനുകൾ നിർമ്മിച്ചിരുന്നു. മധുപാണി പെയിന്റിംഗ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാമീണ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. നമുക്ക് ലഭിച്ചുള്ള വളരെ പ്രാചീനമായ ഒരു പെയിന്റിംഗ് ആണ് ഗുഹാചിത്രങ്ങൾ. വേട്ടയാടി മറ്റും ജീവിച്ചിരുന്ന ഗോത്രവർഗത്തിന്റെ സൃഷ്ടിയാണ്. ഉത്തർപ്രദേശിലെ മിർസാപൂർ പോലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം പെയിന്റിംഗ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ചിത്രങ്ങൾ കാണിക്കുന്ന മൃഗങ്ങളെ വേട്ടയാടുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ്. അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഇത്തരം ചിത്രങ്ങൾ സഹായിച്ചിരുന്നു. ആദ്യകാലത്ത് മനുഷ്യൻ അവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം പെയിന്റിംഗ് നിർമ്മിച്ചത്. എന്നാൽ പിൻകാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. ഇത്തരം പെയിന്റിംഗ് വർക്കുകൾ ചെയ്യുന്നവർക്ക് സഹായം പ്രോത്സാഹനവും ഭരണാധികാരികൾ നൽകുന്നു. മഹാരാഷ്ട്രയിലെ അജന്ത, എല്ലോറ ഗുഹയിൽ മനോഹരമായ പെയിന്റിംഗ് കാണാൻ സാധിക്കും. അജന്ത പെയിന്റിംഗ് ചിത്രീകരിക്കുന്ന ശ്രീ ബുദ്ധന്റെ ജീവിത കഥകളാണ്. പെയിന്റിംഗ് ഒരു കല എന്ന രീതിയിൽ വികാസം പ്രാപിച്ച രാജകൊട്ടാരങ്ങളോടും വലിയ സിറ്റികളോടും ടൗണുകളോടും ബന്ധപ്പെട്ടാണ്. മുഗൾ പെയിന്റിംഗ്സ് ഇതിന് ഉദാഹരണമാണ്. ബുക്ക് പെയിന്റിംഗ്സും പുസ്തകങ്ങളുടെ ചിത്രരൂപത്തിന്റെ ആവിഷ്കരണങ്ങളും മധ്യകാലഘട്ടങ്ങളിൽ വളരെ പ്രചാരം നൽകുന്നു. ഇതിന് ഉദാഹരണം അക്ബർ നാമ, ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ വൈദ്യത്വം നേടിയ ഒരു ചിത്രകലയാണ്. ഈ രണ്ടാമത്തെ ചോദ്യമാണ്, അനലൈസ് ദി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് കസ്റ്റംസ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളെയും ആഭരണങ്ങളെ കുറിച്ച് വിവരിക്കാണ്. ഭൂമിശാസ്ത്രപരമായും കലാവസ്തുപരമായും കാലാവസ്ഥപരമായ ഘടകങ്ങൾ ഇന്ത്യൻ ജനതയുടെ വസ്ത്രധാരണ രീതിയെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ആളുകൾ കമ്പിളി വസ്ത്രങ്ങളും കോട്ടൺ വസ്ത്രങ്ങളും കൂടുതലായി ധരിക്കുന്നുണ്ട്. പ്രാചീനകാല ഇന്ത്യക്കാർ തുന്നാത്ത വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഏത് കാലഘട്ടം മുതലാണ് ഇന്ത്യൻ ജനത തുന്യ വസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ല. കുശാന രാജവംശത്തിലെ സൈന്യം തുന്യ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പഴയകാല പെയിന്റിങ്ങുകളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അമരാവതി, ബ്രഹ്മദശരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ശിലാചിത്രങ്ങളിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകളും മറ്റും തുന്യ വസ്ത്രങ്ങൾ ധരിച്ചതായി ചിത്രീകരിച്ചിരുന്നു. ഇന്ത്യയിൽ കോട്ടൺ ഉൽപാദനം ചരിത്രാതീത കാലം മുതൽ ഉള്ളതാണ്. ഹാരപ്പ സംസ്കാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായ മോഹൻജദാരോയിൽ നിന്ന് കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭ്യമായിരുന്നു. നൂൽ നൂൽക്കുന്നതിനുള്ള യന്ത്രങ്ങൾ പുരാവസ്തു ശാസ്ത്രജ്ഞർ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വസ്ത്രങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതിഫലമാണ്. ചുമന്ന നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധിയാണ്. വിവാഹ അവസരങ്ങളിൽ പരമ്പരാഗതമായി വധു അണിയുന്നത് ചുമന്ന നിറത്തിലുള്ള വസ്ത്രമാണ്. കാവ്യം വെള്ളയും പരിശുദ്ധിയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പരമ്പരാഗതമായി ആത്മീയ ആചാര്യന്മാരും വിധവകളും ഇത്തരം കളറുകൾ ധരിക്കുന്നു. കറുപ്പ് അശുഭകരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. പ്രാചീന കാലഘട്ടങ്ങളിൽ സസ്യങ്ങളിൽ നിന്നുമാണ് കളറുകൾ രൂപപ്പെടുത്തിയിരുന്നത്. വസ്ത്രങ്ങളിൽ കാണുന്ന ചിത്രപ്പണികൾ ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് അതിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. താമരയുടെ ചിത്രീകരണം ഇന്ത്യയിൽ വളരെ പ്രാചീനവും പ്രസിദ്ധമാണ്.
ഇന്ത്യയിൽ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ പഴയ കാലഘട്ടം മുതൽ നിർമ്മിച്ചിരുന്നു. വ്യത്യസ്ത രീതിയിലുള്ള തുണിത്തരങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള നിർമ്മാണ വിദ്യകൾ ആവശ്യമാണ്. ആന്ധ്രാപ്രദേശിലെ പ്രത്യേകതരം തുണിത്തരമായിരുന്നു കലാകാരി. ഇത് 14 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. മൂന്നാമത്തെ ചോദ്യമാണ്, ബ്രീഫ്ലി ഡിസ്കസ് സം ഓഫ് ദി റീജിയണൽ വേരിയേഷൻ ഓഫ് ദി മഹാഭാരത എപ്പിക്സ് ആണ്. മഹാഭാരതത്തിന്റെ പ്രാദേശിക വകഭേദങ്ങളെ കുറിച്ചൊരു ചെറിയ വിവരണമാണ്. മതപരവും മതേതരത്വമായ സാഹിത്യങ്ങളിൽ സമ്പന്നമാണ് ഇന്ത്യൻ സംസ്കാരം. ഭാരത ഇതിഹാസങ്ങളായ രാമായണത്തിനും മഹാഭാരതത്തിനും പ്രാദേശികമായ വകഭേദങ്ങളുണ്ട്. സംസ്കൃതത്തിൽ വാത്മീകി എഴുതിയ രാമായണം ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നു. തുളസിദാസിന്റെ ഹിന്ദിയുള്ള രാമായണത്തിന്റെ പരിഭാഷ രാമചരിത്രമാനസം എന്നറിയപ്പെടുന്നു. മറ്റു ഭാഷകളിൽ നിന്നും ഇതിന്റെ തർജ്ജിമകളുണ്ട്. ഗ്രന്ഥകാരന്റെ സാമൂഹ്യ സാഹചര്യങ്ങളും രചനയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിഹാസങ്ങളെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ അവരുടേതായ രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളതും പരിവർത്തനം ചെയ്തിട്ടുള്ളതും. അതിനാലാണ് ഇതിഹാസങ്ങൾ പ്രാദേശികമായ വകഭേദങ്ങൾ കാണപ്പെടുന്നത്. ഇത് ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെയും കഥകളെയും ചിത്രീകരിക്കുന്നതും ഓരോ പ്രദേശത്തെയും സംസ്കാരം ചേർന്ന രീതിയിലാണ്. പല പ്രദേശങ്ങളിലും ഇതിന്റെ കഥാപാത്രങ്ങൾ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത് തന്നെ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട് നമ്മൾ +2 കൊടുക്കുന്നുണ്ട്. SLC 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷനിലേക്കുള്ള SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് മൊബൈലിൽ പരീക്ഷ എഴുതാം. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037111467. ഓക്കെ, താങ്ക് യു.